വെറും വയറ്റിലുള്ള മദ്യപാനം കൊണ്ട് പെട്ടെന്ന് ഫലം അനുഭവപ്പെടുമെങ്കിലും മയക്കം, ഓക്കാനം, ഛർദി തുടങ്ങിയവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മദ്യം ഒരു ഡയൂററ്റിക് ആണ്, അതായത് ഇത് മൂത്രത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലാംശം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മദ്യപിക്കുമ്പോൾ പലരും കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്നത്. വെറും വയറ്റിൽ മദ്യപിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്തുന്നതിന് പകരം കരൾ മദ്യം സംസ്കരിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകും. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയുടെ സാധ്യത വർദ്ധിക്കും. പ്രമേഹമുള്ളവർ മദ്യപിക്കുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കും. മയക്കം, അവ്യക്തമായ സംസാരം, ആശയക്കുഴപ്പം, ഓക്കാനം തുടങ്ങിയ ഹൈപ്പോഗ്ലൈസീമിയയുടെ പല ലക്ഷണങ്ങളും മദ്യപാനത്തിന്റെയും ഫലങ്ങളായതിനാൽ നിങ്ങൾ ലഹരിയിലാണോ അതോ ഹൈപ്പോഗ്ലൈസീമിയയിലാണോ എന്ന് പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പ്രമേഹമില്ലാത്തവരിൽ മദ്യപാനത്തിൽ നിന്നുള്ള ഹൈപ്പോഗ്ലൈസീമിയ അപൂർവമാണെങ്കിലും വെറും വയറ്റിലെ മദ്യപാനം ഈ പ്രശ്നത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഒഴിഞ്ഞ വയറ്റിൽ മദ്യപിക്കുന്നത് തലച്ചോറിനെ ഉദ്ദീപിപ്പിക്കുമെങ്കിലും ശരീരത്തിന് ഗുരുതരമായ ദോഷം ചെയ്യും. ഒരു തുള്ളി മദ്യം പോലും ശരീരത്തിന് ദോഷം ചെയ്യുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. മദ്യം പതുക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ആഹാരത്തിൽ മുട്ട, ചീസ്, നട്ട്സ്, അവക്കാഡോ, മാംസം എന്നിവ ഉൾപ്പെടുത്തുകയും വേണം. ഈ ഭക്ഷണം വയറിൽ കൂടുതൽ സമയം തങ്ങി നിൽക്കുകയും ദഹനം മന്ദഗതിയിലാക്കുകയും ചെയ്യും. മദ്യപിച്ചാൽ തന്നെ മദ്യം ആഗിരണം ചെയ്യുന്നത് വൈകിപ്പിക്കുകയും ചെയ്യും.